പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും മോസ്കോയിൽ എത്തിയതായി റിപ്പോർട്ട്. റഷ്യൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അസദിന് അഭയം നൽകുമെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. വിമതർ സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപെയാണ് ബാഷർ അൽ അസദും കുടുംബവും രാജ്യം വിട്ടത്. അസദും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ അവർക്ക് അഭയം നൽകിയത്. ക്രെംലിനിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇങ്ങനെയാണ്. അസദ് ഇന്നലെ തന്നെ രാജ്യം വിട്ടു എന്ന് വ്യക്തമായിരുന്നുവെങ്കിലും എവിടേക്കാണ് പോയത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. വിമതർ തലസ്ഥാനം പിടിച്ചെടുക്കുന്ന സമയത്താണ് ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് സിറിയൻ എയർ വിമാനം പറന്നുയർന്നത്. വിമാനം തുടക്കത്തിൽ സിറിയയുടെ തീരപ്രദേശത്തേക്കാണ് പറന്നത്. ഇത് അസദിന്റെ അല വൈറ്റ് ഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ്. എന്നാൽ പെട്ടെന്നൊരു യു ടേൺ എടുക്കുകയും കുറച്ചു മിനിറ്റ് എതിർദിശയിലേക്ക് പറക്കുകയും പിന്നീട് മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുകയുമായിരുന്നു. ഇതോടെ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിമാനത്തിന്റെ ഗതിയിലെ പെട്ടെന്നുള്ള മാറ്റവും ട്രാക്കിംഗിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും വെടിവെച്ചിടുമ്പോഴോ ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴോ സംഭവിക്കുന്നതാണ്. അസദും കുടുംബവും ഇപ്പോൾ റഷ്യയിൽ ഉള്ളതിനാൽ വിമാനം ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തതായി വ്യക്തമാണ്. ഇസ്ലാമിസ്റ്റ് ഹയാത്ത് തഹീർ അൽ-ഷാം എന്ന വിമത ഗ്രൂപ്പ് നടത്തിയ അട്ടിമറിയാണ് അസദിനെ രാജ്യം വിടാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി അസദ് കുടുംബമാണ് സിറിയ ഭരിക്കുന്നത്. 2000-ലാണ് ബാഷർ അൽ അസദ് സിറിയയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുന്നത്. ഇരുണ്ട കാലഘട്ടത്തിന്റെ അവസാനവും സിറിയയുടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കവും തങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാണ് വിമതർ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തതായി അറിയിച്ചത്. സിറിയയിലുടനീളം ബാഷർ അൽ അസദിന്റെ പിതാവ് ഹഫീസ് അൽ അസദിന്റെ പ്രതിമകൾ ആളുകൾ തകർത്തു. SDSന്റെ ഇസ്ലാമിക നേതാവ് അബൂ മുഹമ്മദ് അൽ ജൊലാനി തലസ്ഥാനമായ ദമാസ്കസിന്റെ പ്രധാന കേന്ദ്രമായ ഉമജൈ മസ്ജിദ് സന്ദർശിച്ചു. അൽ-ഖ്വയ്ദയുടെ സിറിയൻ ശാഖയിലാണ് SDS വേരൂന്നിരിക്കുന്നത്. പാശ്ചാത്യ ഗവൺമെന്റുകൾ ഒരു തീവ്രവാദ സംഘടനയായി നിരോധിച്ചിരിക്കുന്ന SDS സമീപകാലത്തായി അതിന്റെ പ്രതിച്ഛായ മയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സിറിയയിൽ കഴിഞ്ഞ 50 വർഷമായി വിയോജിപ്പിന്റെ ചെറിയ സംശയം പോലും ഒരാളെ ജയിലിലാക്കാനോ കൊലപ്പെടുത്താനോ ഉള്ള കാരണമായിരുന്നു. അതിനാൽ തന്നെ സിറിയയിലെ അട്ടിമറിയെ UN യുദ്ധക്കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തു. അസദിന്റെ പതനം സിറിയക്കാരുടെ ചരിത്രപരമായ ഒരു പുതിയ തുടക്കമാണ് എന്നവർ വിശേഷിപ്പിച്ചു. എന്നാൽ അസദ് ഭരണത്തിന് കീഴിൽ ചെയ്ത ക്രൂരതകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ SDSനോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാന നഗരമായ ഹോംസ് പിടിച്ചെടുത്തതായി HTS പറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ദ്രുതഗതിയിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായത്. നവംബർ 27 മുന്നേറ്റം ആരംഭിച്ച വിമതർ പിടിച്ചെടുത്ത 3ാമത്തെ പ്രധാന നഗരമാണ് ഹോംസ്. അതിനിടെ സിറിയയിൽ അരങ്ങേറുന്ന അസാധാരണ സംഭവങ്ങൾ US പ്രസിഡന്റ് ജോ ബൈഡൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. റഷ്യയുടെ പിന്തുണ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അസദ് തന്റെ രാജ്യം വിട്ടുപോയി എന്നായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.